ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. പേരക്ക നമ്മുടെയൊക്കെ നാട്ടിൽ വീട്ടുവളപ്പിലൊക്കെ കാണുന്ന ഒരു ഫ്രൂട്ടാണ്. ഇത് നമ്മൾ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാറുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും എക്സോട്ടിക് ഫ്രൂട്ട്സ് പലതും നമ്മൾ മാർക്കറ്റിൽ നിന്ന് വലിയ വലിയ വില കൊടുത്ത് വാങ്ങി കഴിക്കുന്നവരാണ്. പക്ഷേ നമ്മളെ ചുറ്റും കാണുന്ന പേരക്ക പലപ്പോഴും കിളികളൊക്കെ കൊത്തിക്കൊണ്ടുപോയി അധികം മൈൻഡ് ചെയ്യാതെ വിടുന്ന ഒരു ഫ്രൂട്ടാണ്. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. നമുക്ക് പലതരത്തിലുള്ള ഔഷധ ഗുണങ്ങളും ഇതിനുണ്ട്. ഇതിന് മാത്രമല്ല, ഇതിൻ്റെ ഇലയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. പലതരത്തിൽ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാറ്റാൻ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള പേരക്കയും അതുപോലെ പേരക്കയുടെ ഇലയും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ അസുഖങ്ങളിലാണ് ഇത് നല്ലത് എന്നുള്ളതൊക്കെ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. പേരക്കയിൽ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രോട്ടീൻ ഉണ്ട്, ഒരുപാട് വിറ്റാമിൻസ്, വിറ്റാമിൻ എ, അതുപോലെ വിറ്റാമിൻ ബി കോംപ്ലക്സ്, വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ സി ഒക്കെ നമ്മളെപ്പോഴും സിട്രിക് ഫ്രൂട്ട്സിലാണ് കൂടുതൽ വിറ്റാമിൻ സി കണ്ടന്റ് ഉണ്ട് എന്ന് പറയാം. എപ്പോഴും വിറ്റാമിൻ സി എന്നാലോചിക്കുമ്പോൾ ഓറഞ്ചിനെയാണ് എപ്പോഴും ആലോചിക്കുക. പക്ഷേ ഓറഞ്ചിൻ്റെ 4 ഇരട്ടിയോളം ഇതിൽ വിറ്റാമിൻ സി കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഒരു മീഡിയം ഉള്ള ഒരു പേരക്കയിൽ തന്നെ ഒരു 230 മില്ലിഗ്രാമോളം വിറ്റാമിൻ സി ഉണ്ട്. അപ്പോൾ വിറ്റാമിൻ സി കണ്ടന്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പേരക്ക. അതുപോലെ തന്നെ ഇതിൽ ധാരാളമായിട്ട് മിനറൽസും അടങ്ങിയിട്ടുണ്ട്. പൊട്ടാസ്യം, അതുപോലെ മഗ്നീഷ്യം, സിങ്ക്, അയൺ, കാൽസ്യം തുടങ്ങി ഒരുപാട് മിനറൽസും ഈ ഒരു ചെറിയ ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപയോഗങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു ഉപയോഗം എന്നുള്ളത് നമ്മുടെ ഡൈജഷൻ പ്രോപ്പറാക്കുന്നുള്ളതാണ്. നല്ല രീതിയിലുള്ള ഡൈജഷൻ നടക്കാനും കോൺസ്റ്റിപ്പേഷൻ, അതുപോലെ പൈൽസ്, ഫിസ്റ്റുല പോലുള്ള അസുഖങ്ങളുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. IBS പോലുള്ള കണ്ടീഷൻ ഉള്ളവർക്കും അത് കുറക്കാൻ ഈ ഒരു ഫ്രൂട്ട് ഡെയിലി ഉപയോഗിക്കുന്നത് മൂലം പറ്റും. ഇനി കോൺസ്റ്റിപ്പേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ പേരക്ക ഉപയോഗിക്കുമ്പോൾ പേരക്കയുടെ കൂടെ ഇന്ദുപ്പും അതുപോലെ കുരുമുളകും കൂടെ ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ മാറ്റാൻ ഇത് സഹായിക്കും. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ നന്നായിട്ടുള്ളവരാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു പേരയില കൂടെ, തളിരില, പേരയുടെ ഒരു തളിരില കൂടെ ചവച്ച് അരച്ച് കഴിക്കാം. ഇത് ഡെയിലി കഴിക്കുന്നത് കോൺസ്റ്റിപ്പേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ഗട്ട് ഹെൽത്ത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പേരക്ക ഡെയിലി കഴിക്കുന്നത് മൂലം സാധിക്കും. നമ്മുടെ ഗട്ടിലുള്ള നല്ല ബാക്ടീരിയനെ വളർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു പേരക്ക വളരെ നല്ലതാണ്. അതുമൂലം തന്നെ നമ്മുടെ ബോഡിയിലേക്ക് നല്ല രീതിയിലുള്ള ന്യൂട്രിയൻ അബ്സോർപ്ഷൻ നടക്കാനും ഡൈജഷൻ വളരെ പ്രോപ്പർ ആവാനും ഈ പേരക്ക നമ്മൾ ഭക്ഷണത്തിൽ ഡെയിലി ഉൾപ്പെടുത്തുന്നത് മൂലം പറ്റുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് വിറ്റാമിൻ എ കണ്ടന്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ നേത്രാരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. വിറ്റാമിൻ എ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് പേരക്ക ഉപയോഗിക്കുന്നത് മൂലം പറ്റുന്നതാണ്. വിറ്റാമിൻ സി കണ്ടന്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഓറഞ്ചിനെ ഒക്കെ വിറ്റാമിൻ സി കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഇൻഫെക്ഷൻസ് ഒക്കെ വളരെ പെട്ടെന്ന് വരുന്നത് തടയാനും ഒക്കെ പേരക്ക ഡെയിലി ഉപയോഗിക്കുന്നത് മൂലം സാധിക്കും. പെട്ടെന്ന് പനി, ചുമ പോലുള്ള അസുഖങ്ങളൊക്കെ വരുന്നത് കുട്ടികളിലൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പേരക്ക ദിവസവും ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് പറ്റുന്നതാണ്. ഈ പേരക്കക്ക് ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി കൂടെയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നത് തടയാൻ വേണ്ടിയിട്ട് നമുക്കിത് ഡെയിലി കഴിക്കാവുന്നതാണ്. അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്കിൻ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് പേരക്കയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിറ്റാമിൻ ഇയും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ നല്ല രീതിയിൽ സ്മൂത്താക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ സ്കിന്നിൽ വരുന്ന ചുളിവുകളൊക്കെ തടയാനും പ്രായമാവുന്നത് ചെറുത്ത് നിൽക്കാൻ, അതായത് പെട്ടെന്ന് നമുക്ക് പ്രായമാവുന്നത് പോലുള്ള പ്രശ്നങ്ങൾ, ചുളിവുകളൊക്കെ സ്കിന്നിൽ വരുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ട് പേരക്ക കഴിക്കുന്നത് മൂലം പറ്റും. അതുപോലെ മുഖക്കുരു, ആക്നെ പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്കും പേരക്ക വളരെ നല്ലതാണ്. ആക്നെയൊക്കെ ഉള്ളവർക്ക് നമുക്ക് ഒരു പേരയിലയുടെ തളിരില ചതച്ചിട്ട് അതിൻ്റെ നീര് 1 സ്പൂൺ ഡെയിലി കഴിക്കുന്നത് കൂടെ നല്ലതാണ്. അതുപോലെ തളിരില അരച്ച് അതിൻ്റെ കൂടെ റോസ് പെറ്റൽസ് കൂടെ അരച്ച് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുന്നതും മുഖക്കുരുവും ആക്നെയും ഒക്കെ കുറക്കാൻ വളരെ സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് പനിയുള്ളവർക്കാണെങ്കിൽ
പനി ജലദോഷം പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ആ പനി വരുന്ന സമയത്ത് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ തുളസി കഷായമൊക്കെയാണ് വെച്ച് കഴിക്കാറുള്ളത്. അതുപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ് പേരയിലയും. 2 പേരയുടെ തളിരില എടുത്തിട്ട് നമുക്കിതുപോലെ വെള്ളം തിളപ്പിച്ച് ചതച്ച് വെള്ളത്തിലിട്ട് ആ വെള്ളം നമുക്ക് 2-3 തവണയായിട്ട് കഴിക്കാവുന്നതാണ്. അതുപോലെ ആവി പിടിക്കാൻ വേണ്ടിയിട്ടും ഈ തളിരില ഇട്ടിട്ട് വെള്ളം പിടിച്ച് നമുക്ക് ആവി പിടിക്കാവുന്നതാണ്. ഇത് ജലദോഷം, മൂക്കിലുണ്ടാകുന്ന കഞ്ചഷനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഇനി ഇതിൽ ധാരാളമായിട്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഈ പൊട്ടാസ്യം കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ BP വരുന്നത് തടയാൻ വേണ്ടിയിട്ട്, ബ്ലഡ് പ്രഷർ കൂടുന്നത് തടയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ് പേരക്ക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരുന്നത് തടയാനും പേരക്ക ഡെയിലി ഉപയോഗിക്കുന്നത് കൊണ്ട് സാധിക്കുന്നതാണ്. പിന്നെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് പ്രമേഹമുള്ളവർക്കാണ്. പ്രമേഹമുള്ളവർക്ക് ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറഞ്ഞിട്ടുള്ള പേരക്ക ഡെയിലി ഉപയോഗിക്കാവുന്നതാണ്. ഇത് അവർക്ക് പെട്ടെന്നുള്ള ഷുഗർ സ്പൈക്ക് ഒന്നും വരാതെ നോക്കാൻ സഹായിക്കും. ഷുഗർ വരുന്നത് കൺട്രോൾ ചെയ്യാനും, അതായത് ഷുഗറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു പേരക്ക ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ പേരക്ക ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പഴുത്ത പേരക്ക ഉപയോഗിക്കരുത്. ഒരു ഇളം പഴുത്തിട്ടുള്ള പേരക്ക, കുറച്ച് പച്ചപ്പോട് കൂടിയിട്ടുള്ള പേരക്കയാണ് ഷുഗർ ഉള്ളവർക്ക് ഡെയിലി ഉപയോഗിക്കാൻ നല്ലത്. അതുപോലെ തന്നെ ഇതിൻ്റെ തളിരില 2 എണ്ണം വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം ഡെയിലി കുടിക്കുന്നതും ഷുഗർ വരാതിരിക്കാനും ഓവറായിട്ട് കൂടുന്നത് തടയാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇനി ഞാൻ ഇങ്ങനെ പറയുമ്പോൾ പലരും നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഇലയൊക്കെ ഇട്ടിട്ട് ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കരുത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നമ്മൾ ഒരു കാര്യം നല്ലതാണെന്ന് വിചാരിച്ചിട്ട് അത് ഒരുപാട് ഉപയോഗിക്കുന്നത് കൊണ്ട് അത് നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യൂസ് ചെയ്യുമ്പോൾ 2 ഇലകൾ മാത്രം ഇട്ട് തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരുപാട് ഇലകളൊന്നും ഇട്ടിട്ട് വെച്ച് വെള്ളം കുടിക്കരുത്. 2 തളിരില ചതച്ചിട്ടിട്ട് വെള്ളം കുടിക്കുക. അപ്പോൾ അങ്ങനെ പ്രമേഹത്തിലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് കൊളസ്ട്രോൾ വരുന്നത് തടയാനും നമുക്ക് പേരക്ക ഡെയിലി ഉപയോഗിക്കുന്നത് കൊണ്ട് സാധിക്കും. LDL കൊളസ്ട്രോളൊക്കെ വരുന്നത് തടയാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇതിൽ ഫൈബർ കണ്ടന്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ടും ഇത് നമ്മുടെ മെറ്റബോളിക് റേറ്റ് കൂട്ടുന്നത് കൊണ്ടും വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വെയിറ്റ് ലോസ് ട്രൈ ചെയ്യുന്നവർ അല്ലെങ്കിൽ ശരീരം മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള, ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പേരക്ക. അതുപോലെ ഇനി നിങ്ങൾക്ക് ചില ജോയിൻസിലൊക്കെ നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ പേരയില അരച്ച് അത് പേസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഈ നീർക്കെട്ട് കുറക്കാൻ സഹായിക്കും. ഇതൊരു താൽക്കാലികമാണ്. അതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്തി എന്താണ് അസുഖം നോക്കി അതിനെ ചികിത്സിക്കേണ്ടതാണ്. അതല്ലാതെ നമുക്ക് പെട്ടെന്നൊരാശ്വാസത്തിന് ആ നീർക്കെട്ടൊന്ന് വലിയാൻ, ആ വേദന കുറക്കാനൊക്കെ ഇങ്ങനെ പേരയില അരച്ചിടുന്നത് കൊണ്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് അപസ്മാരമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവരുടെ കൺവൾഷൻ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പേരയില ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ബോഡി പെയിൻ ഒക്കെ ഉണ്ട്, നടുവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഈ പേരയില തിളപ്പിച്ച് ഒരു 4 പേരയിലൊക്കെ നന്നായി ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം മുക്കി ഒന്ന് ചൂട് പിടിക്കുന്നത് നമുക്കിതുപോലെയുള്ള ശരീരവേദനകളെ അകറ്റാനും നല്ലതാണ്. ഇനി ഈ ചൂട് കാലാവസ്ഥയിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ഫ്രൂട്ടാണ് പേരക്ക. നമ്മുടെ ബോഡി തണുപ്പിക്കാൻ വളരെ നല്ലതാണ്. നമ്മുടെ ബോഡിയിലുള്ള ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ് പേരക്ക. അപ്പോൾ ചൂട് കാലത്തൊക്കെ നമുക്ക് വളരെ കൂളിംഗ് എഫക്റ്റ് തരുന്നതും നമ്മുടെ ബോഡീനെ നല്ല കൂളായി നിർത്താൻ സഹായിക്കുന്നതുമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പേരക്ക. അപ്പോൾ നമുക്ക് ഈ ചൂട് കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓറൽ ഹെൽത്തിനും ഇത് വളരെ നല്ലതാണ്. ഓറൽ ഹെൽത്തിൽ നമ്മുടെ സ്റ്റൊമറ്റൈറ്റിസ്, വായപ്പുണ്ണൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. ഇതിനെ നമുക്ക് ഒരു തളിരില എടുത്തിട്ട് നന്നായിട്ട് ചവച്ച് അരച്ച് അതിൻ്റെ നീര് ഇറക്കാവുന്നതാണ്. അതുപോലെ പല്ലുവേദന, മോണരോഗമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ, ബ്ലീഡിങ് ഗംസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ഒരു 4 ഇല ചതച്ചിട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഈ വെള്ളം കൊണ്ട് കവിള് കൊണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് താൽക്കാലികമായിട്ടുള്ള പല്ലുവേദനക്കൊക്കെ താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം കിട്ടുന്നതാണ്. ഇത് നമുക്ക് ഒരു 3-4 പ്രാവശ്യം ഡെയിലി ചെയ്യാവുന്നതാണ്. അപ്പോൾ വേദനയും അതുപോലെ മോണയിൽ നിന്നുള്ള ബ്ലീഡിങ്ങും ഒക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് പ്രഗ്നൻസിയിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ നല്ല ഒരു ഫ്രൂട്ടാണ്. ഈ സമയത്ത് അമ്മമാർക്കും അതുപോലെ തന്നെ കുട്ടികളുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റിനും സഹായിക്കുന്ന ഒരു ഫ്രൂട്ടായതുകൊണ്ട് തന്നെ അവരുടെ ബ്രെയിൻ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ്. ഇത് ഡെയിലി പ്രഗ്നൻസിയിൽ ഉപയോഗിക്കുന്നത് മൂലം കുട്ടികളുടെ ഡെവലപ്മെൻറ്റും വളരെ നല്ല രീതിയിൽ നടക്കുന്നതാണ്. അതുപോലെ തന്നെ പീരീഡ്സ് ഉള്ളവർക്ക് പീരീഡ് ക്രാംസ് മാറ്റാൻ വേണ്ടിയിട്ടും ഡെയിലി പേരക്ക കഴിക്കുന്നത് കൊണ്ട് സാധിക്കും. വളരെ നല്ല പെയിനൊക്കെ ഉള്ളവരാണ്
ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഇല ഒരു സ്പൂൺ നീര് എടുത്തതിന് ശേഷം അതിലോട്ട് ഒരു സ്പൂൺ തേനും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ദിവസം 2 നേരം വെച്ച് കഴിക്കാവുന്നതാണ്. ആ പീരീഡ്സിൻ്റെ 4 ദിവസം ഇങ്ങനെ കഴിക്കുന്നത് ക്രാംസ് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പേരക്കയുടെ കുറച്ച് ഗുണങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി പേരക്കയും അതുപോലെ തന്നെ പേരയുടെ ഇലയും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു കരുതുന്നു. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്